ആരവിടേക്ക് തിരിഞ്ഞു നോക്കും? പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത്? നമ്മൾ ആലോചിച്ചു നോക്കൂ, മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ? നമ്മുടെ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക. പച്ചവെള്ളമെങ്കിലും കുടിച്ചുകൂടെ? വല്ല പുഴയിൽ നിന്നും കിണറ്റിൽ കുളത്തിൽ നിന്നെങ്കിലും ഇത് കിട്ടുമോ? ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ, ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് ചെല്ലും? അതുകൊണ്ട് 1960-കൾക്ക് ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിന് നബി പറഞ്ഞു, നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم تغزون أنتم وهم عدوا. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള. അതല്ലെങ്കിൽ അത് ഷിആ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട്. കാരണം ഷിആ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്. ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ അയച്ചെന്നും ഹൂസികൾ എന്ന് പറയുന്നത് പോലും, യമനിലെ ഹൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ, ഇറാനെതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ? അല്ലാഹു അലം. അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന, തീവ്രവാദം എന്ന് പറയുന്ന, തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം. ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത്. ഈ ഹദീസ് 21-ാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വമാ യൻതിഖു, എന്റെ റസൂൽ പറയുന്നത് മുഴുവനും അനിൽ ഹവാ, അവരുടെ സ്വയ ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത്. എന്റെ റസൂൽ പറയുന്നത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു നൽകുന്ന വഹ്യല്ലാതെ, അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതേ നബി തങ്ങൾ നാവിലൂടെ പറയൂ. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല. സൂറത്തുൽ ഖലമിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊന്നും ഒരു പ്രവാചകൻ ഒറ്റക്ക് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റക്ക് പറയാൻ കഴിയോ? 1400 കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക. നമുക്കിന്ന് ഒരു 100 കൊല്ലം അപ്പുറത്തേക്ക്, 200 കൊല്ലം അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും? ആർക്ക് പ്രവചിക്കാൻ കഴിയും? പ്രവചിക്കാമത് ശരിയായി പുലരുമോ? എത്ര പേര് പറഞ്ഞു 2000-ൽ ലോകം അവസാനിക്കുമെന്ന്? ചിലര് പറഞ്ഞു 2012-ൽ. ഒരു ചുക്കും നടന്നില്ലല്ലോ. പലർക്കും പലതും പറയാം. പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അത് ഒന്നല്ല, രണ്ടല്ല, 100 കണക്കിന് അല്ല. എന്തെല്ലാം അവിടെ നിന്ന് പറഞ്ഞോ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ്, ലോകത്തിന്റെ ഗുരു, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്. അത് വെറും ഒരു മനുഷ്യനല്ല, അത് അല്ലാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ. ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം. മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞു പോയ വാക്കുകൾ. എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന്.
ആ ഹബീബാണ് നമ്മുടെ റസൂൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഈ ഹദീസെല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹബീബിന്റെ സദസ്സിൽ ഒന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ കഥയാണ് ഈ ഹദീസ്. ഒരു 100 കൊല്ലം മുമ്പ് ഹദീസ് പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. ഒരു 100 കൊല്ലം മുമ്പ് വരെ, 1300 കൊല്ലം മുമ്പ് വരെ, 1300 വർഷം ഈ ഹദീസിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുക? അറബ് ലോകത്ത് യൂറോപ്യരും അമേരിക്കക്കാരും വരികയോ, ഒട്ടകത്തെ മേച്ചു നടക്കുന്ന ലോകത്തേക്കോ, ഈത്തപ്പന പറിച്ചു നടക്കുന്ന, ഈത്തപ്പഴം പറിച്ചു നടക്കുന്ന ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരിലേക്ക് എന്തിനമേരിക്കക്കാരനും യൂറോപ്യരും വരണം? നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും എല്ലാം രേഖപ്പെടുത്തി കളയും. അതാണ് ഹദീസിന്റെ അത്ഭുതം. ഹദീസ് പണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും ആലോചിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഈ ഹദീസ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനെ എഴുതി വെക്കണം? ഇതിന് അർത്ഥമുണ്ടോ? ഒരു യുക്തിവാദി കണ്ടാൽ എന്തു പറയും? ഇതല്ല ഹദീസ് പണ്ഡിതന്മാർ ചിന്തിക്കുക. സ്വഹീഹായ സനദിലൂടെ, സത്യസന്ധമായ സനദിലൂടെ ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറകൾക്ക് മനസ്സിലാവും. അതിനർത്ഥം നമ്മൾ എഴുതി വെക്കാം. അതവർ എഴുതി വെച്ചു. അവരത് ആമന്നാ വസല്ലംനാ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചു. ഇതാണ് അവര് പറയാ. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടുകാർ യുക്തിവാദികളാണ്, അല്ലേ? മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പോലും യുക്തിവാദ ചിന്തകൾ തലയിൽ കയറിയവരാണ്. അവർക്ക് തെളിവിന്റെ മാമലകൾ വെച്ചു കൊടുത്താൽ പോലും ഇത് മാരണം, ഇത് മാജിക് ആണെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പറയുന്നവർ, അവരുടെ മുമ്പിലാണ് ഈ ഹദീസുകൾ പച്ചയായ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ, ആഗോള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയത്. നിങ്ങളും യൂറോപ്യരും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും, സമാധാനപരമായ ഒപ്പുവെക്കൽ. അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ, ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ്, അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ്, അവർക്കെതിരിൽ നിങ്ങൾ പോരാടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതുൻസറൂൻ, നിങ്ങൾ ജയിക്കും, വതഗ്നമൂൻ, ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും, വതസ്ലമൂൻ, നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ ആ യുദ്ധത്തിൽ രക്ഷപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ثم تنصرفون حتى تنزلوا بمرج ذي تلول. സുബ്ഹാനല്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ രൂപമാണ് നബി തങ്ങൾ പറയുന്നത്. ثم تنصرفون, ആ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകും. حتى تنزلوا بمرج ذي تلول, നല്ല പച്ചപ്പുള്ള ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത്, ذي تلول, നല്ല പച്ച കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങളുടെ സൈന്യവും യൂറോപ്യൻ സൈന്യവും തമ്പടിക്കും. നിങ്ങളും അവരും തമ്പടിക്കും. ആ സ്ഥലം എന്താണ്? പച്ചപ്പുള്ള സ്ഥലം അറേബ്യയല്ല, അറബ് രാജ്യമല്ല, ഏതെങ്കിലും പച്ചപ്പുള്ള രാജ്യം. അല്ലാഹു ആലം, യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കറിയാം, അവിടെ പച്ച നിറഞ്ഞ തിലാലുകളാണ്.
വളരെ മനോഹരമായ ഗ്രീൻ ഹിൽസുകൾ, മനോഹരമായ കുന്നുകൾ, പച്ചക്കുന്നുകൾ. ഇത് യൂറോപ്പിന്റെ പ്രത്യേകതയാണ്. നല്ല വെള്ളവും പച്ചപ്പുമുള്ള നല്ല കൊച്ചു കൊച്ചു മനോഹരമായ പച്ചക്കുന്നുകളുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ് ഈ സൈന്യത്തിന്റെ ക്യാമ്പിംഗ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രദേശത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നൽകുന്നത്, അവിടുത്തെ പ്രത്യേകത. എന്നിട്ട് എന്തു പറഞ്ഞു? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫയർഫഉ റജുലുൻ മിൻ അഹ്ലിസ് സ്വലീബി സ്വലീബഹു. ക്രിസ്ത്യാനികളായ ആളുകൾ യൂറോപ്യൻ സൈന്യത്തിലുണ്ട്. അവരിൽ നിന്ന് ഒരാൾ ഒരു കുരിശ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. കാരണം മുസ്ലിമീങ്ങൾ അതുപോലെ യൂറോപ്യൻ അമേരിക്കൻ സഖ്യസൈന്യവും ഒരു പൊതുശത്രുവിനെതിരെ പോരാടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ഒരു പാർട്ടി നടക്കുകയാണ് ഇവിടെ. ആ സമയത്ത് സൈന്യത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിമല്ല, യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ ഒരു വലിയൊരു കുരിശ് കൊണ്ടുവന്ന് ഉറക്കെ പിടിച്ചിട്ട് പറയും, ഗലബ സ്വലീബ്, ഈ കുരിശ് കൊണ്ടാണ് നമുക്ക് വിജയമുണ്ടായത്. അതിൽപ്പെട്ട ഏതോ ഒരു ഫനാറ്റിക്, ഒരു തീവ്രമായ മതവിശ്വാസി, തീവ്രമായ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര സ്വഭാവക്കാരനായ ഒരാൾ ഈ സഖ്യസേനകൾ ഒരുമിച്ച് ചെയ്ത് നടത്തിയ യുദ്ധത്തിൽ വിജയം കണ്ടത് കുരിശിന്റെ പിന്നിലാണ്, കുരിശുകൊണ്ടാണ്, കുരിശാണ് അതിന് കാരണം എന്ന് പറയും. അത് കാണുമ്പോൾ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. കാരണം മുസ്ലിമീങ്ങളാരും ഇസ്ലാമിന്റെ കൊടി അവിടെ ഉയർത്തുന്നില്ല. സഖ്യസൈന്യമാണ്. ഈ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായ അതുപോലെ ആയുധപരമായ ഇടപാടുകളിൽ ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ അമേരിക്കൻ സൈന്യം മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയത്, മതത്തിന്റെ പേരിലല്ല. അവിടെയാണ് ഒരാൾ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ ഉയർത്തി കാണിക്കുകയും കുരിശ് ഉയർത്തിപ്പിടിക്കുകയും കുരിശു കൊണ്ടാണ് വിജയിച്ചതെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഫയഖൂമു ഇലൈഹി ഫയദ്ഫഉഹു, ആ മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് ആ കുരിശ് പിടിച്ച മനുഷ്യനെ, കുരിശ് പിടിച്ച് അവകാശവാദം ഉന്നയിച്ച മനുഷ്യനെ പിടിച്ചു തള്ളും. വേറെ റിവായത്തിൽ വന്നത് ഫയഖ്തുലുഹു, അയാൾ അവിടെ വധിക്കപ്പെടും. ഫഇൻദ ദാലിക യഗ്ദിറുർ റൂം, ആ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ തന്നെ റോമൻ സൈന്യം നിങ്ങളുമായുള്ള കരാർ പൊളിക്കുകയും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. വയജ്തമിഊന ലിൽ മൽഹമ, എന്നിട്ട് ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലുള്ള അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ലോകമഹായുദ്ധത്തിന് അവിടെ വേദി ഒരുങ്ങും. അതായിരിക്കും വേൾഡ് വാർ 3 എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അത് വേൾഡ് വാർ 4 ആയിരിക്കാം, അല്ലാഹു അലം. الملحمة الكبرى فيأتون تحت 80 غاية, അവര് വരുന്നത് 80 കൊടികൾക്ക് കീഴിലാണ്. അവരുടെ കൊടി 80 കൊടികളുണ്ടവർക്ക് സൈന്യത്തിന്. ഓരോ ബറ്റാലിയന്റെ കീഴെയും ഓരോ കൊടിക്ക് കീഴെയും തഹ്ത കുല്ലി റായത്തിൻ 12,000 സൈന്യം ഓരോ കൊടിക്ക് കീഴിലുണ്ട്. അങ്ങനെ 80 കൊടിയാൽ വലിയ ഒരു യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി നടക്കാൻ പോകുന്ന അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശുദ്ധമായ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് പേടിക്കാനല്ല, മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ പേടിക്കാതെ നിലകൊള്ളണം എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ظاهرين على الحق لا يضرهم من خالفهم إلى يوم القيامة. ലോകാവസാനം വരെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരെന്ത് പേടിപ്പിച്ചാലും പേടിക്കാതെ, ആരെന്ത് പ്രകോപനങ്ങൾ ചെയ്താലും പ്രകോപനങ്ങൾക്കും അടിമകളാവാതെ സത്യത്തിന്റെ മാർഗത്തിൽ നെഞ്ചൊടുപ്പോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. ആരെന്ത് ചെയ്താലും അവരുടെ ഈമാൻ ഇളകുകയില്ല, അവർക്കൊരു പ്രയാസവും വരികയില്ല. ആ വിശ്വാസം
വിശ്വാസികളെ മുഴുവനും ഏറ്റെടുക്കാൻ കാലത്തിന്റെ യുഗപുരുഷൻ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കാൻ വരുന്നത് വരെ അവരാർക്കും ഒരു പ്രയാസവും വരില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് അൻതുമുൽ അഅലൗൻ വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണോ ഈമാനുള്ളവരെങ്കിൽ ഇതാ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളിലെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ വിഷമിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ അറിയണം നമ്മൾ റസൂലുള്ളാഹിനെ കാണാത്തവരാണ്. നമ്മൾ അറിയണം നമ്മൾ വിശുദ്ധ ഖുർആൻ ഹബീബിന് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തണുത്തുറച്ച രാത്രിയിൽ കിടന്ന് പിടക്കുന്ന ആ വിറക്കുന്നത് നിബിതങ്ങൾക്ക് വഹി വരുന്ന രംഗം ആയിഷ ബീവി പറയുന്നുണ്ട്. തണുത്തുറച്ച ഐസ് പോലെ തണുപ്പുള്ള മദീനയുടെ തണുപ്പിൽ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നാൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ധാരധാരയായി ഒഴുകുമായിരുന്നു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് നമ്മൾ കണ്ടത്. ഹബീബിനെ നമ്മൾ കണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, എന്റെ ഇഖ്വാനികൾ, എന്റെ സഹോദരന്മാർ ഇതുവരെ ലോകത്ത് വരാത്തവരാണ്, ഇനി ലോകത്ത് വരാൻ പോകുന്നവർ. അന്ന് മദീനയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ ആ സ്വഹാബിയെ മറവ് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മരണപ്പെട്ട ഉമ്മയുടെ പേരെന്താ? ഫാത്തിമ എന്നൊരു ഉമ്മ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. 10 മണിക്ക് മറവ് ചെയ്യുന്ന 10:30 മറവ് ചെയ്ത് കാണും. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ചിത്താരിയിലെ അല്ലാഹുവേ, ഹബീബായ നബിതങ്ങൾ അന്ന് മരണപ്പെട്ട ഒരു സ്വഹാബിയുടെ മയ്യിത്ത് കർമ്മത്തിന് സാക്ഷിയായി ആ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കാനും ആ ഖബർ ഒരുക്കി കൊടുക്കാനും അവിടെ മണ്ണ് ഇട്ട് ആ ഖബറിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സ്വഹാബത്തിന്റെ കൂടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് അധ്വാനിച്ചതിന്റെ ശേഷം സ്വഹാബികൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവരോട് പറയുന്നു, വദിത്തു ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. ഞാൻ കൊതിച്ചു പോകുന്നു, എന്റെ സഹോദരന്മാരെയൊക്കെ ഞാനൊന്ന് കണ്ടെങ്കിൽ. ഈ ഉമ്മച്ചികളിൽ വരാൻ പോകുന്ന സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയുമാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വഹാബികൾ പറഞ്ഞില്ലയോ, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ? ഹബീബ് ഇരിക്കുന്നത് ഖബർസ്ഥാനിൽ, കയ്യിലൊരു ചെറിയ വടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മണ്ണിലെന്തോ നബി തങ്ങൾ വരക്കുന്നുണ്ട്. സ്വഹാബിമാർ ചുറ്റുമുണ്ട്. കഴിഞ്ഞുപോയ ഒരു കാലം മണ്ണിന് താഴെയുണ്ട്. അവിടെ വെച്ചാണ് ഹബീബ് ഈ വാക്ക് പറയുന്നത്, എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. അവര് ചോദിച്ചു, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? നിങ്ങളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബ്, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ. അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ് ആണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ ഡിസൈപ്പിൾസ്, എന്റെ ശിഷ്യന്മാർ. എന്നാൽ ഞാൻ ഈ പറയുന്ന സഹോദര സഹോദരിമാർ ഇതുവരെ ലോകത്ത് വരാത്തവർ, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ ലോകത്തേക്ക് വന്നിട്ടില്ല അവർ. ഞാനിത് പറയുന്നത് ഈ സംഭവങ്ങൾ നിബിധങ്ങൾ പറഞ്ഞ ഈ യുദ്ധങ്ങൾ എന്തേ നമ്മുടെ കാലത്ത് നടക്കുന്നു? നമുക്കെന്താണ് അതുകൊണ്ട് പ്രയോജനം? പേടിയല്ലാതെ എന്ന് ചിന്തിച്ചു പോവല്ലേ. നമ്മുടെ ഈമാനിന് അല്ലാഹു നൽകുന്ന വില ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞ ഈ ഹദീസുകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ അന്നത്തെ സ്വഹാബിമാരുടെ ഈമാനിനേക്കാളും 100 ഇരട്ടി വലുപ്പത്തിലും വണ്ണത്തിലും പ്രതിഫലം കിട്ടാൻ കഴിയുന്ന ഈമാനായി നമ്മുടെ ഈമാനിന് മാറാൻ കഴിയും. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിൽ അവര് നിങ്ങളല്ല, അല്ലദീന ലം യഅ്തു ബഅദ്, ഇതുവരെ വരാത്തവർ, യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവര്. അല്ലാഹു നമ്മളെയൊക്കെ ആ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞതിൽ അല്ലാഹു പെടുത്തി തരട്ടെ. നബിതങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഹബീബിനെ കാണുന്ന പോലെ
യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർ. വിശുദ്ധമായ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലെ പുസ്തകമായ പുസ്തക രൂപത്തിലല്ലാതെ ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളല്ല. നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ എന്നെ കണ്ടവരാണ്, അവരെന്നെ കണ്ടവരല്ല. അവർ ഖുർആൻ തലമുറ തലമുറയായി കൈമാറുന്നത് അവരുടെ കൈകളിൽ വന്ന് അവരതിൽ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിച്ചു. അവരിൽപ്പെട്ട ഓരോരുത്തർക്കും 50 ആളിന്റെ കൂലിയുണ്ടാകും നാളെ അന്ത്യനാളിൽ അവർ വരുമ്പോൾ. ആ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നവർക്ക് 5 നേരത്തെ നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും പരിപൂർണമായും ഇസ്ലാമിക നിർബന്ധ കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങളും എന്റെ ചര്യയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് 50 ആളുകളുടെ കൂലിയുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവരിൽ 50 ആളിന്റെ കൂലി ഒരാൾക്കുണ്ട് എന്നാണോ? അല്ല അല്ല അല്ല, നിങ്ങൾ എന്റെ സ്വഹാബിമാർ, നിങ്ങളിൽ 50 ആളുകളുടെ കൂലി അവരിൽ ഒരാൾക്ക് അല്ലാഹു നൽകും. അപ്പൊ ചോദിച്ചു, നബിയേ എന്തേ അങ്ങനെ? എന്തേ ഞങ്ങളിൽ 50 ആളിന്റെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് പറയാൻ കാരണം? ഇന്നകും തജിദൂന ലിൽ ഖൈരി അഅ്വാനാ, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സഹായികളായി കൂടെയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തിന്മയില്ല, നിങ്ങളുടെ കൂടെ ഞാനാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് അറിയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോൾ ചിലർ പറയും എനിക്ക് അയാളെക്കാളും നിസ്കരിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്നവരെ ദാനധർമ്മം ചെയ്ത് തോൽപ്പിക്കാനാ ശ്രദ്ധിച്ചത്. എങ്ങനെ? സിദ്ദീഖ് എന്നവരെക്കാളും ദാനം എനിക്ക് കൊടുക്കണം. ഇങ്ങനെ മത്സരിക്കുന്ന നന്മയുടെ സ്വഭാവം അന്നുണ്ടാവുകയില്ല. അന്ന് മിനിമം നന്മക്ക് ആളുകൾ വളരെ കുറവായിരിക്കും. അവരെ സഹായിക്കാൻ ആളുകളില്ല. അവരൊറ്റക്കാണ് മുസ്ലിമായി ജീവിക്കുന്നത്. ചുറ്റുമുള്ള ആളുകൾ അവിശ്വാസികൾ. എന്നിട്ട് അവർ ചെയ്യുന്ന നന്മക്ക് നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾക്ക് സഹായികളുണ്ടല്ലോ. നിങ്ങൾക്ക് ആളുകൾ പരസ്പരം ഒരാളെ മറ്റൊരാളെ കണ്ടാൽ നന്നാവാൻ തോന്നും. അന്നങ്ങനെയല്ല, തിന്മകളായിരിക്കും അവരെ വരിഞ്ഞു മുറുക്കുക. അതുകൊണ്ട് അന്ന് കാലത്ത് വരുന്ന ആളുകൾക്ക് നിങ്ങളിൽ 50 ആളുകളുടെ കൂലി ഒരാൾക്കെന്ന് നൽകപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഹബീബിനെ കാണാൻ കഴിയാതെ പോയതിന് അല്ലാഹു ഈ ഉമ്മത്തിന് പകരം നൽകുന്ന നന്മയാണത്. നബി തങ്ങളുടെ കാലത്ത് ജനിക്കാതെ പോയതിന് നമുക്ക് അല്ലാഹു പകരം നൽകുന്ന ചെറിയൊരു ചാൻസ്. ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, നിസ്കാരം ഒരു ഭാരമായി മാറുമ്പോൾ, നമ്മളും നമ്മുടെ മക്കളും ഭാര്യ സന്തതികളും നമ്മുടെ കുടുംബവും അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോൾ, സ്വഹാബികളിൽ 50 ആൾക്ക് കൊടുക്കുന്ന കൂലി നമ്മിലെ ഒരാണിനും ഒരു പെണ്ണിനും അല്ലാഹു നൽകുകയാണെങ്കിൽ അത് അത്ഭുതമല്ലേ? അത് മാത്രമല്ല, ഹബീബിനെ അന്ന് കണ്ടതുകൊണ്ട് അവർക്കുണ്ടായ ഈമാനിന്റെ വർധനവ് എത്രയാണോ അതിന് സമാനമായ വർധനവ് ഈ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വേണം. ഇത് ഹബീബിനെ കാണുന്ന പോലെ തന്നെയല്ലേ? അവിടുത്തെ ഹദീസല്ലേ ഇത്? ആ ഹദീസ് പച്ചയായി നമ്മുടെ മുമ്പിൽ പുലരുകയാണ്. നബി തങ്ങൾ, നിങ്ങൾ നിങ്ങൾ യൂറോപ്യരുമായിട്ട് നടക്കുന്ന സമാധാന സന്ധി, ആയുധ കരാറുകൾ, സൈനിക ഉടമ്പടികളിൽ നിങ്ങൾ ശാന്തമായി സമാധാനപരമായി ഒപ്പുവെക്കും എന്ന് പറഞ്ഞ ആ വാക്ക് നടന്നു കഴിഞ്ഞിട്ടെന്ന് മിനിമം 60 or 70 കൊല്ലം കഴിഞ്ഞു. ആ വാക്ക് സംഭവിച്ചിട്ട്, ആ വാക്ക് പുലർന്നിട്ട് മിനിമം 40, 2000-ഓടുകൂടെ 40 കൊല്ലമായി. 960 മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 10, 12, 17 കൊല്ലമായി. 57 കൊല്ലം, 60 കൊല്ലത്തോളം ആ ഒരൊറ്റ വാക്ക് പുലർന്നിട്ട് അത്രയേ ആയിട്ടുള്ളൂ. നിങ്ങളും അവരും സമാധാനപരമായ കരാറിൽ ഒപ്പുവെക്കും. ഇനി നടക്കാൻ പോകുന്ന നബിതങ്ങൾ പറഞ്ഞത്, ഇനിയുള്ള കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എത്രയെല്ലാം നബിതങ്ങൾ പറഞ്ഞു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലയോ? ഇത് ഹബീബിനെ കണ്ടാൽ ഒരാൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന പോലെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ മുത്തനബിതങ്ങളെ കണ്ടിരുന്നെങ്കിൽ അന്ന് കൊതിച്ചുപോയ സ്വഹാബിമാർ, താബിഈങ്ങൾ, സ്വഹാബിമാരല്ല താബിഈങ്ങൾ സ്വഹാബിമാരെ കാണുമ്പോൾ സ്നേഹത്തോടെ പറയുമായിരുന്നു,
ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഭാഗ്യം നിങ്ങൾക്ക് അല്ലാഹു നൽകിയില്ലേ? നിങ്ങൾ റസൂലുള്ളാഹിയെ കണ്ടില്ലേ എന്ന് ഹബീബിനെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്. അബൂ ദർദായെ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ നിങ്ങളുടെ 2 കണ്ണുകളുടെ സൗഭാഗ്യമേ. അല്ലാഹു ഹബീബിനെ കണ്ടതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ ഈ ചർച്ചകൾ അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദീർഘദർശനം ചെയ്ത ഹർമജദൂൻ യുദ്ധത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ നടക്കുന്നതാണ് അൽ മൽഹമത്തുൽ കുബ്രാ, ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൽഹമ എന്ന് പറഞ്ഞാൽ ലഹ്മ് എന്ന വാക്കിൽ നിന്നാണ്. ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന പോലെയുള്ള ഘോരമായ യുദ്ധം നടക്കുന്ന ഭീതിതമായ യുദ്ധത്തിനാണ് അൽ മൽഹമത്തുൽ കുബ്രാ എന്ന് പറയുന്നത്. അത് ഇമാമുനാ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷമായിരിക്കും നടക്കുക. അല്ലാഹു ഈ ഉമ്മത്തിന് അതിൽ വിജയം തരും. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആവണം. ഹർമജദൂൻ യുദ്ധം നടന്നാൽ അതിന് ആ ഹർമജദൂൻ യുദ്ധത്തിലും ശേഷമുള്ള യുദ്ധത്തിലും വിജയം നൽകുന്നത് അല്ലാഹു മുസ്ലിമീങ്ങൾക്കായിരിക്കും. അതിനി വരാൻ പോകുന്ന കാലം കാണാൻ പോകുന്നത്. ഹർമജദൂൻ, നമ്മൾ ആ വാക്കിനെ കുറിച്ച് പറഞ്ഞു, അത് ഹിബ്രു ഭാഷയാണത്. ജൂതന്മാരുടെ ഭാഷയിൽ ഹർമജദൂൻ എന്നത് 2 വാക്കുകൾ. ഹർ മജ്ദൂൻ, ഹർ എന്ന് പറഞ്ഞാൽ പർവ്വതം, മജ്ദൂൻ എന്ന് പറഞ്ഞാൽ വാദിൻ മഅറൂഫുൻ ബി അർളി ഫലസ്തീൻ. ഫലസ്തീനിലെ അറിയപ്പെടുന്ന ഒരു താഴ്വരയാണത്രേ മജ്ദൂൻ. അതുകൊണ്ട് ഫലസ്തീനിലെ ആ താഴ്വരയിൽ വെച്ചാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുമിച്ച് ചേർന്ന സൈന്യം സഖ്യ സൈന്യമായി മൂന്നാമതൊരു പൊതുശത്രുവിനെതിരെ പടപൊരുതുന്നത്. ആ സംഘം ഇറങ്ങുന്ന സ്ഥലം ഒരുപക്ഷേ ഫലസ്തീനാവാം. കാരണം ഫലസ്തീൻ മനോഹരമായ കുന്നുകളുള്ള പ്രദേശമാണ്. ഫലസ്തീൻ സന്ദർശിച്ച ആളുകൾ വേറെയും കാണും സദസ്സിൽ. വളരെ മനോഹരമായ കുന്നുകൾ. എന്ത് രസമാണ് ഫലസ്തീൻ കാണാൻ. കൊച്ചു കൊച്ചു കുന്നുകൾ. നബി തങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഇറങ്ങും ഫസതൻസിലൂൻ, നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലം ബിമർജിൻ ഫി ദീ തിലാൽ, ഒരുപാട് കൊച്ചു കുന്നുകളുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇറങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഹത്താ തൻസിലു ബിമർജിൻ യുദ്ധങ്ങൾ, മനോഹരമായ കുന്നുകൾ, തെലൂലുകളുള്ള കൊച്ചു കുന്നുകളുള്ള ഫലസ്തീൻ മൊത്തം അങ്ങനെയാണ്. പക്ഷെ അതിലും മനോഹരമാണ് അത്രേ യാഫ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ വളരെ മനോഹരമായ പച്ചക്കുന്നുകളുണ്ട്. വീണ്ടും ടെൽ അവീവിന്റെ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നാൽ വളരെ മനോഹരമായ കുന്നുകളാണത്രേ. നമ്മൾ ഖുദ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബസ്സുകൾ കടന്നു പോകുന്നത്, റോഡ് കടന്നു പോകുന്നത് മനോഹരമായ കുന്നുകൾക്കിടയിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സൈന്യം ഇറങ്ങുകയും അവിടെ വെച്ച് കുരിശുയർത്തിയിട്ട് കുരിശുകൊണ്ടാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷേ ഫലസ്തീനിന്റെ മണ്ണിലാവാം. അല്ലാഹു അലം. അല്ലാഹു എല്ലാം അറിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത്. ഇദാ ഖാമത്തിൽ ഖിയാമ, ലോകാവസാനം തന്നെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ഒരു ചെറിയ ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഖിയാമത്തിന്റെ സൂറന്ന കാഹളത്തിലെ വിളംബരം കേൾക്കുന്നത് എന്ന് സങ്കൽപ്പിക്കുക. ഘോരമായ ശബ്ദം, കടൽ തിരമാലകൾ ഘോരമായി വലിയ വലിയ അലകളായി കരയിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. കൊച്ചു കൊച്ചു സുനാമികളിൽ നമ്മൾ കാണുന്നത്.
നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരങ്ങളിലേക്ക്, പള്ളിക്കര ഭാഗങ്ങളിലേക്കൊക്കെ ആ കടലിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു. കടൽ ജലം കയറി വരുന്നത് കണ്ടു. ഖിയാമത്ത് നാളാകുമ്പോൾ ഇത് ഭൂമിയിലെ ജനവാസമുള്ളിടത്തെല്ലാം കടൽ ജലം ഘോരമായി കരയിലേക്ക് അടിച്ചു വീശുകയും മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വിധം ഭൂമിക്ക് നാശമുണ്ടാവുകയും ചെയ്യും. അതാണ് വഇദൽ ബിഹാറു ഫുജ്ജിറത് എന്ന് ഖുർആൻ പറയുന്നത്. സമുദ്രജലം കടലിലേക്ക് കരകവിഞ്ഞൊഴുകുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരാൾ ആ കാഴ്ച കാണുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ ഒരു വാഴ നടാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കൊച്ചു ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഖിയാമത്ത് നാൾ തന്നെ നടക്കുകയാണെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി അവിടെ നട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിൽ ഒരുങ്ങാവൂ. നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ചില്ലേ, ഈ ചെടി ഇനി എന്തിനാണ്, ആർക്കാണ്, എങ്ങനെ വളരാനാണ്, എത്ര കാലമെടുക്കും, എന്തിന് ഞാനിത് കുഴിച്ചിടണം, ലോകം അവസാനിക്കുകയല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഖിയാമത്ത് കണ്ടാൽ പോലും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന്. അത്രത്തോളം കൃഷിയും നന്മയും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിലപ്പുറം നിങ്ങൾ ശുഭപ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ്. നന്മ വരണമെന്ന് കാക്ഷിക്കേണ്ടതാണ്. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്, ഇത് റബ്ബിന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ വാക്കുകളിലൂടെ അവൻ പറഞ്ഞു, ഈ ലോകം അവസാനിക്കും, നിങ്ങൾക്ക് അവസാനിക്കുന്നത് നിങ്ങളുടെ ഖിയാമത്ത്. ഒരു മനുഷ്യൻ മരിക്കുന്നത് ആ മനുഷ്യന്റെ ഖിയാമത്താണ്. ഇദാ മാതൽ അബ്ദു ഖാമത് ഖിയാമതുഹു. ഇത് പറയുമ്പോൾ ചിന്തിക്കരുത് അത് ഇമാം മഹദി തങ്ങൾ വരണ്ടേ, അത് ഈസാ നബി വരണ്ടേ, മസീഹു ദജ്ജാൽ വരണ്ടേ, അന്നൊക്കെ ഞാനുണ്ടോ, എനിക്ക് 60 ആയില്ലേ, 80 ആയില്ലേ, 90 ആയില്ലേ. ഖിയാമത്ത് അത് പ്രപഞ്ചത്തിന്റെ ഖിയാമത്ത്. ഓരോരുത്തരുടെയും മരണം അവരവരുടെ ഖിയാമത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരുങ്ങണമെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ വഴിതെറ്റി ജീവിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഹദീസിൽ പച്ചയായി നിങ്ങൾ ഈ ജീവിക്കുന്ന ലോകം അടിച്ചു പൊളിക്കേണ്ട ലോകമല്ല. വളരെ പേടിച്ച് നാവിൽ അസ്തഗ്ഫിറുല്ലാഹിയും സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും സ്വലാത്തും ഇടതടവില്ലാതെ നാവുകളിൽ ദിക്റങ്ങാനും ഒഴിഞ്ഞുപോയാൽ പിശാച് ദേഹത്ത് കയറി ദുഷിച്ച ചിന്തകൾ കൽബിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നശിപ്പിക്കല്ലേ. നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയാവണം നമ്മുടെ പരിശ്രമം. നമുക്കൊരടിച്ചു പൊളിച്ച് ജീവിതം വേണം നാളെ സ്വർഗലോകത്ത്. നമുക്ക് വിശ്രമം വേണം നാളെ ഖബറിൽ. അതുവരെ വിശ്രമമില്ലാത്ത അധ്വാനം നമ്മുടെ മുൻഗാമികൾ ചെയ്ത അമലുകൾ കണ്ടാൽ ഒന്നും ചെയ്തിട്ടില്ലെന്നറിയണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞത്. ലോകാവസാനം കണ്ടാൽ തന്നെയും നിങ്ങൾ ഒരു ചെടി നടാൻ കഴിയുമെങ്കിൽ അത് നട്ടുപോകണം. നശിക്കുകയല്ലേ, നാശമല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. गुनाहों की हर सू खटा छा रही है, हया को भी खुद से हया आ रही है. न इज्जत सलामत न इस्मत है बाकी, निशानी क़ियामत नहीं है तो क्या है. फसादों को हर पल है सदा आमद आमद, तू सोचो ये उम्मत कहाँ जा रही है. अगर ख्वाब गफलत से जागे न मुस्लिम. ഉറുദു ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉറുദു അറിയാമെന്ന് വിചാരിക്കുന്നു. കുറെ ആളുകൾ ഗൾഫ് എക്സ്പാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അർത്ഥം പറയുന്നത് അത്ര വളരെ കഠിനമായ വാക്കുകളല്ല. ഇഖ്ബാലിന്റെയോ ഗാലിബിന്റെയോ ഖലീൽ പ്രതാപ് ഗഡിയുടെയോ ഒന്നും വാക്കല്ല. അതൊക്കെ വളരെ സരളമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അഗർ ഖാബ ഗഫലത്ത് സേ ജാഗേ ന മുസ്ലിം, अगर ख्वाब गफलत से जागे न मुस्लिम, तो समझो क़ियामत करीब आ रही है.
അല്ലാഹുവിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. യൗമ നത്വിസ്സമാ യൗമ നത്വിസ്സമാ കത്വയി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ആകാശഗോളങ്ങളെ ഒരു പേപ്പർ ചുരുട്ടുന്ന പോലെ നാം ചുരുട്ടിക്കളയുന്ന ദിവസമുണ്ട്. യൗമ നത്വിസ്സമാഅ കത്വയി സിജില്ലി ലിൽ കുതുബ്. പുസ്തകങ്ങളുടെ ഏടുകൾ നിങ്ങൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ ആകാശലോകത്തെ നാം നമ്മുടെ ശിദ്ദത്തിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളാൽ ഒരു പായ ചുരുട്ടുന്ന പോലെ പ്രപഞ്ച ലോകത്തെ അല്ലാഹു റോള് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എന്ന് പറഞ്ഞാൽ തുടങ്ങിയിടത്തേക്ക് ഈ ലോകത്തെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഞാൻ തുടങ്ങി വെച്ചത്, ഒരു സാധനത്തിൽ നിന്ന് പലതായി പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ്ങിലൂടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഗോളങ്ങളായി വികസിച്ചു വന്ന ഈ സംഭവത്തെ അല്ലാഹുവിനെ ഒന്നായി ചുരുക്കിക്കൊണ്ടുവരും. തുടങ്ങിയിടത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകും. വഅദൻ അലൈനാ. ഇത് ഞാൻ തീരുമാനിച്ച എന്റെ ഒരു തീരുമാനമാണ്. ഇന്നാ കുന്നാ ഫാഇലീൻ. മനുഷ്യൻ നിസ്സാരനാണെന്നും ഒരു യുക്തിവാദിയും ഒരു പടച്ചവനില്ല എന്ന് പറഞ്ഞു നടക്കല്ലേ. അത് പറയാൻ നിന്റെ നാവിന് കഴിവ് തന്നതുപോലും പടച്ചവനല്ലേ. നീയാണോ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ഇന്റേണൽ ഓർഗാൻസിനെ, നിന്റെ ശരീരത്തിന്റെ ആന്തര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് നീയാണോ? പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും അത് അല്ലാഹു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ പറയണം ഒരു മഹാശക്തിയുണ്ട്, ഒരു മഹശക്തിയുണ്ട്, സർവേശ്വരനുണ്ട്. ആ സർവേശ്വരൻ അല്ലാഹുവാണെന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹിയും ലോകത്തെ പ്രവാചകന്മാർ 1,24,000 ആളുകൾ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇതെല്ലാം യുക്തിവാദികളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ട വിവരണങ്ങളാണ്. യുക്തിവാദികൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരു ഹദീസ് പുലർന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും അങ്ങനെ ഒരു ഗ്രീക്കുകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും നടന്നല്ലോ. നബിതങ്ങളുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ പറയും ഒരു പ്ലാറ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോസ്ട്രാഡാമസ് അങ്ങനെ പറഞ്ഞു പുലർന്നല്ലോ. ഇതങ്ങനെയല്ല. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 100 അല്ല, ആയിരക്കണക്കിന് വചനങ്ങൾ ഒരുപോലെ പുലർന്നു കാണുമ്പോൾ നിനക്കറിയണം ഇനി പുലരാൻ പോകുന്നത് ഇതുവരെ പുലർന്നതുപോലെ നടക്കാൻ പോകുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് എന്തിന് കാത്തിരിക്കണം? അതുകൊണ്ട് ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തൗബ ചെയ്ത് മടങ്ങുക, ഹബീബിലേക്ക് തിരിച്ചു നടക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാവുക. കാശുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സമ്പത്തുണ്ടായാലും ഭരണാധികാരമുണ്ടായാലും ഇതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അവനാണ് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ തലയിൽ ഒരു സമ്മേളനത്തിനോ ഒരു സമ്മിറ്റിനോ ചെന്നിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരവരെ പ്രേരിപ്പിക്കുന്നതിൽ അല്ലാഹു ഇടപെടുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ഖോർ കാര്യം കിടക്കുന്നത്. അവിടെയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തഗ്സുവന്ന ജസീറത്തൽ അറബ് തഗ്സൂന ജസീറത്തൽ അറബ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇനി പറയുന്നതാണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അത് ഖിയാമത്തിനോടടുക്കുമ്പോൾ ഇമാം മഹ്ദി തങ്ങളുടെ കാലശേഷം സംഭവിക്കുന്നത്. തഗ്സൂന ജസീറത്തൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡവുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. എന്താണ് പറയുന്നത്?
യുദ്ധം ചെയ്യേണ്ടത്, ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗവാക്കുകളാകേണ്ടത് അറേബ്യൻ ഉപഭൂഖണ്ഡക്കാരല്ലയോ? അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ല, നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ ശരീഅത്തും ഇസ്ലാമിന്റെ നിയമവും പാലിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ജസീറത്തുൽ അറബ് മാറുകയും ഇസ്ലാമിന്റെ തനതായ രൂപം മറ്റൊരു സമൂഹത്തിൽ അല്ലാഹു നൽകുകയും അവരിലൂടെ വന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അരാജകത്വത്തിനെതിരെ നിങ്ങൾ പോരാടുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. പുലരാൻ തുടങ്ങിയോ? പുലരാൻ തുടങ്ങിയില്ലേ? തഗ്സൂന ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തോട്, അതായത് ഗൾഫ് രാജ്യങ്ങൾ, അതാണ് ഇതിന്റെ അർത്ഥം. ഈ രാജ്യങ്ങളോടൊരു യുദ്ധം നടക്കും, നിങ്ങൾ യുദ്ധം ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. കാരണം ഈ യുദ്ധത്തിന്റെ നേതാവ് വരുന്നത് ഖുറാസാനിൽ നിന്നാണ്, റഷ്യയുടെ ഭാഗത്ത് നിന്നാണ്. റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഇസ്ലാമിക സംസ്കാരത്തിന്റെ വലിയ വലിയ അടയാളങ്ങളുള്ള ഉസ്ബെക്കിസ്ഥാൻ, അവിടെയാണ് ഇമാമുന ബുഖാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സമർഖന്ദിൽ ഇമാമുന ബുഖാരി തങ്ങൾ ജനിച്ച സ്ഥലമുണ്ട്, ബുഖാറ, സമർഖന്ദിലാണ്. ബുഖാറ സമർഖന്ദിൽ നിന്ന് 500 കിലോമീറ്റർ അപ്പുറം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ. അവിടെയാണ് ഹദീസ് പണ്ഡിതൻ ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു, അവിടെയാണ് തസവ്വുഫിന്റെ വലിയ ആലിമായിരുന്ന ഹകീം തുർമുദി, അവിടെയാണ് നഖ്ശബന്ദി തുരീഖത്തിന്റെ ശൈഖ് മഹാനായ ബഹാഉദ്ദീൻ മുഹമ്മദ് ബഹാഉദ്ദീൻ നഖ്ശബന്ദി ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ. അവിടെ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കൾ. നമ്മൾ അത്ഭുതപ്പെട്ടു. റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന കമ്മ്യൂണിസം അതിന്റെ താണ്ഡവമാടിയ കാലത്ത് റഷ്യയിൽ ഇസ്ലാമിക അടയാളങ്ങൾ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ പള്ളികൾ മുഴുവനും തച്ചുടച്ച കാലത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിനിടയിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ റഷ്യയിൽ അറുകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, മെല്ലെ മെല്ലെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ ഓതിയ ഒറിജിനൽ മുസ്ഹഫ്. ഉസ്മാൻ തങ്ങളുടെ ചോരപ്പാടുള്ള അത് യുണൈറ്റഡ് നേഷൻസിന്റെ UNOയുടെ ആളുകൾ വന്ന് കാർബൺ ഡേറ്റിംഗ് അടക്കമുള്ള പരിശോധന നടത്തി 1400 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥമാണ് എന്ന് സർട്ടിഫിക്കേഷൻ ചെയ്ത 300ഓളം, ഓർമ്മ ശരിയാണെങ്കിൽ 300ഓളം മാൻ തോലുകളിൽ മനോഹരമായി വെച്ച ഒരു കട്ടിയുള്ളൊരു മുസ്ഹഫ്. ആ ചോരപ്പാട് ഇന്നും അവിടെ കാണാൻ കഴിയും. അത് ടാഷ്കെൻഡിലാണുള്ളത്, ഇമാം മ്യൂസിയത്തിലാണുള്ളത്, ഇമാം ഖഫാൽ റഹ്മഹുള്ളയുടെ മ്യൂസിയത്തിലാണതുള്ളത്. ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ രാജ്യങ്ങൾ, ഖുറാസാൻ എന്ന് പണ്ട് പറഞ്ഞിരുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. അവിടെ നിന്നു തന്നെയാണ് ഇമാം മഹ്ദിയും വരാൻ പോകുന്നത്. إذا رأيتم الرايات السود من قبل خراسان فأتوها فإن فيهم الإمام المهدي. ഖുറാസാൻ, അതായത് ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാൻ, ഈ പ്രദേശങ്ങളുള്ള ജോർജിയ അടക്കമുള്ള പ്രദേശങ്ങളുടെ ആ ഏരിയക്കാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച് ഒരു സംഘം സത്യവിശ്വാസികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കണമേ, അവരിൽ ഇമാം മഹ്ദി ഉണ്ടായിരിക്കും. ആ ഇമാം മഹ്ദി എന്റെ കുടുംബക്കാരൻ, എന്റെ മക്കളിൽ ഫാത്തിമയുടെ മക്കളിൽ വരുന്ന അൽ മഹ്ദിയു മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ. മഹാനവറുകളെ സംബന്ധിച്ച് വിശദമായ വിവരണം നമ്മൾ